ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കണ്ടൊരു കമൻറ്റാണ് ജ്വല്ലറി കളക്ഷൻസ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കുറച്ച് ആക്സസറീസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഞാൻ ഒരുപാട് അങ്ങനെ ജ്വല്ലറീസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഒക്കേഷണലി എങ്ങാനും കമ്മൽ മാറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഗിഫ്റ്റ് ബോക്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെനിക്ക് അനു UK നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നൊരു ബോക്സാണ്. കണ്ടു ഗൈസ്, ഇതിനകത്തിൻ്റെ പേരൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു മാലയാണ്. ഇതെനിക്ക് അനു തന്ന മാലയാണ് ഗൈസ്. വൈറ്റ് ഫ്ലവർ പെൻഡൻറ്റിൽ വരുന്ന ഒരു ഗോൾഡ് കളർ ചെയിൻ ആണ് കേട്ടോ ഇതൊരു ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ളൊരു മാലയാണ്. ഇത് എപ്പോൾ ഇടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ മാല ഞാൻ മാറ്റാറില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഗൈസ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. താങ്ക് യു അനു. മീഷോ എന്നൊരു കോംബോ സെറ്റാണ്, കാണിച്ചു തരാം. സോ മോസ്റ്റ് ഫേവററ്റ് വൺ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒരു ഡബിൾ ലെയറിൽ വരുന്ന ഒരു മാലയാണ്, ഗോൾഡൻ കളറിൽ വരുന്ന മാലയാണ് കേട്ടോ. ഹാർട്ടാണ് ഇതിൻ്റെ നടുക്ക് ലോക്കറ്റായിട്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ്. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഞാനിത് മേടിച്ചിട്ട്, ബട്ട് സ്റ്റിൽ കളർ അങ്ങനെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഗോൾഡ് ചെയിനിൽ ഒരു സിംഗിൾ വൈറ്റ് പേൾ വരുന്നൊരു മാല. ഇറ്റ്സ് ഓൾസോ വെരി പ്രിറ്റി. നെക്സ്റ്റും ഗോൾഡ് കളറിൽ വരുന്ന ഒരു മാലയാണ്. ഒരു വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു റോസ് ഗോൾഡ് മാലയും കൂടെ ഉണ്ട്. ഇത് ഒരു ബട്ടർഫ്ലൈ ലോക്കറ്റിൽ വരുന്നൊരു മാലയാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, 1-2 തവണ ഇട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ ഇനിയൊരു മാലയും കൂടെ ഉണ്ടായിരുന്നു ഈ കോംബോയിൽ. ഒരു എവിൽ ഐയുടെ ലോക്കറ്റ് വരുന്നൊരു മാല, അല്ല ഒരു ബിഗ് ബോസിൻ്റെ കണ്ണുള്ളൊരു മാല. പക്ഷേ എൻ്റെ കളർ പോയതുകൊണ്ട് ഞാനതിനെ കളഞ്ഞു. സോ ഈ 5 മാലയാണ് ആ കോംബോ സെറ്റിൽ വന്നത്. സോ ഇത് 5ഉം മീഷോലത്തെയാണ്. ഐ തിങ്ക് അണ്ടർ 300 rupees അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം അടിപൊളി മാലയാട്ടോ. റിങ്സിലേക്ക് പോകാം. ഈ ബോക്സിനകത്ത് റിങ് വെക്കാനുള്ളൊരു സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ റിങ്ങും ഇതിനകത്ത് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ റിങ് ഈ 3 ഞാൻ ഡെയിലി വെയർ ചെയ്യുന്ന റിങ്സാണ്. ഇതെൻ്റെ ചേച്ചിയുടെ ഗോൾഡ് റിങ് ആണ്. എൻ്റെത് ഞാൻ വീട്ടിൽ വെച്ചു, ചേച്ചിയുടേതാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ മലയിലും അങ്ങനെയാണല്ലോ. ഇത് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തൊരു സിൽവർ റിങ് ആണ്. അത് ഞാൻ ഈ വിരളിലാണ് ഇടുന്നത്. എന്നിട്ട് ലാസ്റ്റ് വൺ ആണ് ഈ ഒരു റിങ്. ഈ ഒരു റിങ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ പർച്ചേസ് ചെയ്തത്. ഞാനും ശ്രേയും കൂടെ ഒരുമിച്ച് പോയപ്പം പർച്ചേസ് ചെയ്തത്. ഇത് സിൽവറിൻ്റെ റിങ് ആണ്. 250-200 rupees അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു റിങ് അല്ലേ, ഹാർട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റിങ്. ഈ 2 റിങ്ങും ഞാൻ ആനുവൽ ഡേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പേർപ്പിൾ കളർ അല്ല മെറൂൺ കളർ സാരിയുടെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു റിങ് ആണ്. ഇതിൻ്റെ കൂടെ വേറെ 2 റിങ്ങും ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രേയയ്ക്ക് കൊടുത്തു. 100 rupeesന് 4 റിങ്സ് വരുന്നതായിരുന്നു. കമ്മനള്ളിയിൽ നിന്ന് മേടിച്ചതാട്ടോ. 2 എൻ്റെ കയ്യിൽ, 2 ശ്രേയയുടെ കയ്യിൽ. അപ്പം ദിസ് ഇസ് അബൌട്ട് റിങ് കളക്ഷൻ. ഫസ്റ്റ് ഞാൻ കുട്ടി കമ്മൽസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വലിയ കമ്മലുകളിലേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ കുട്ടി കമ്മൽ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സ്. ഈ ബോക്സുകളൊക്കെ എനിക്ക് മീഷോന്ന് കമ്മൽ മേടിച്ചപ്പം കിട്ടിയതാണ്. സോ ഇതാണ് ഫസ്റ്റ് കമ്മൽ. ഒരു റെഡ് സ്റ്റോണിൽ വരുന്ന ഒരു കമ്മലാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കമ്മലാണ്. ഇതെനിക്ക് ടീച്ചേഴ്സ് ഡേക്ക് ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് ചെയ്ത കമ്മലാണ് ഗൈസ്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് വൺ. ഇതൊരു വൈറ്റ് പേളിൽ വരുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡാണ്. ദെൻ വി ഹാവ് റെഡ് ഹാർട്ടിൽ വരുന്ന ഒരു കമ്മൽ. ഇത് ഞാൻ ശിവാജി നഗറിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ 2 നോർമലായിട്ടുള്ള സ്റ്റഡ്സ് ഉണ്ട്. പിന്നെ വരുന്നതാണ് എനിക്ക് ചേച്ചി തന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ഇയറിങ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരെണ്ണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. ചേച്ചിയുടെ കമ്മലായിരുന്നു, ഞാനിത് ഇസ്കിയതാണ് ഗൈസ്. പിന്നെ വരുന്നതാണ് ഈ ഒരു ചെറിയൊരു ഹാങ്ങിങ് പോലത്തെ വരുന്ന ഈ ഒരു കമ്മൽ. ഇത് ആക്ച്വലി ഒരു മാല ആൻഡ് കമ്മൽ സെറ്റായിരുന്നു. മാലയുടെ കളറ് പോയപ്പം ഞാൻ എന്ത് ചെയ്തു, ആ മാലയുടെ ലോക്കറ്റ് എടുത്തു വെച്ചു. ജസ്റ്റ് ഇൻ കേസ് ഇതേ കളറിൻ്റെ സാരിയോ ഇല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് വേറൊരു ചെയിൻ്റെ കൂട്ടത്തിൽ ഈ ലോക്കറ്റ് ഇട്ടിടാൻ വേണ്ടിയിട്ട്. സോ ഇത് ബ്ലൂ ചേച്ചിയുടെയും റെഡ് എൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. സോ അങ്ങനെയാണ് ഞങ്ങളിത് അച്ഛമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കമ്മൽ. ഈ കഴിഞ്ഞ പ്രാവശ്യമല്ല, കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന മാലയും ചെയിനുമാണ് കേട്ടോ ഇത്. ഈ ഒരു ഗ്രീൻ കളർ കമ്മലും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ ഗ്രീൻ കളർ കമ്മൽ ഞാൻ ഒരു ദിവസം സ്കൂളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഫോട്ടോ സെഷന് ഗ്രീൻ കളർ സാരി എടുത്തപ്പോൾ ഇട്ടിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. അടിപൊളി കമ്മലല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു കമ്മൽസൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് വലിയ കമ്മൽസുകളിലേക്ക്, വലിയ ഇയറിങ്സിലേക്ക് പോകാം. 2 ബോക്സ് ഉണ്ട്. വേഗം നമുക്ക് കാണാം കേട്ടോ. സോ ഫസ്റ്റ് വൺ
ഇതൊരു സിൽവർ കളർ കമ്മലാണ്. ഇതിനകത്ത് എല്ലാ കളറിലുള്ള ബീഡ്സ് ഉണ്ട്. സോ ഏത് കളർ ഡ്രസ് ഇട്ടാലും ഈ കമ്മൽ മാച്ച് ആവും. പിന്നെ വരുന്നതാണ് ഈ ഒരു ഗോൾഡൻ കളർ ഇയറിംഗ്, ഈ ഒരു ഗോൾഡൻ കളർ ജുംക്ക. സിമ്പിളായിട്ട് വരുന്നൊരു ഗോൾഡൻ കളർ ജുംക്കയാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഏതൊക്കെയോ കടകളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ദെൻ വി ഹാവ് ഈ ഒരു ബ്ലൂ ബീഡ്സിൽ വരുന്ന ഈ ഒരു കമ്മൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് 80 രൂപയ്ക്ക് മേടിച്ച കമ്മലാണ് ഗൈസ്. നെക്സ്റ്റ് വൺ ഒരു പിങ്ക് ബീഡ്സ് വരുന്ന ഒരു ഗോൾഡൻ ജുംക്കയാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഡിഗ്രി പഠിക്കുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയ ഒരു കമ്മലാണ് കേട്ടോ. പജ്ജുമാണ് എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ മീഷോന്ന് മേടിച്ചൊരു കമ്മലാണ്. ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് റിവ്യൂ കണ്ട് മേടിച്ച കമ്മലാണ്. പക്ഷേ ഇതിൻ്റെ കളറ് പോകാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഇത് ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. ഞാൻ റാൻഡ് ഫാമിലിയുടെ ഇവൻറ്റിന് ഇട്ട ഒരു കമ്മലാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? പക്ഷേ ഇതിൻ്റെ കളറ് പോകാൻ തുടങ്ങി. അത് മാത്രമേ ഉള്ളൂ സങ്കടം. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കമ്മൽ കാണിച്ചു തരാം. വളരെ ചെറുതായിട്ടുള്ളൊരു ജുംക്കയാണ്. ഇതിലും ചെറിയ ജുംക്ക എൻ്റെ കയ്യിലില്ല. നല്ല ക്വാളിറ്റിയിൽ നല്ല കളറിലും വന്നിട്ടുള്ള ഒരു ജുംക്കയാണ്. കണ്ടോ, ഇതിൻ്റെ സ്റ്റഡിൽ നല്ല മിറർ വർക്കും ഉണ്ട്. ഇതുവരെ ഇതിൻ്റെ കളർ പോയിട്ടില്ല. ഇറ്റ്സ് ബീൻ എ ഇയർ. 1 വർഷമായി ഞാനത് മേടിച്ചിട്ട്. ഒറ്റ തവണ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ വേണ്ടി പറ്റും. വൈറ്റ് കളർ സാരിയുടെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ആനുവൽ ഡേക്ക് ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്തൊരു കമ്മലാണ്. വെരി പ്രിറ്റി റൈറ്റ്. അടുത്ത ബോക്സിൽ വരുന്നത് ഫുൾ സിൽവർ കളക്ഷൻസ് ആണ്. സിൽവർ കളറിൽ വരുന്ന ജുംക്ക ആൻഡ് ഇയറിങ്സ് ആണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ജുംക്കയാണ്. ഇത് പക്ഷേ രണ്ട് ജുംക്കയുടെ ബാക്കിയാണ് കേട്ടോ. ഇത് ഒരു ജുംക്കയുടെ സ്റ്റഡും ഇത് വേറൊരു ജുംക്കയുടെ വേറൊരു കമ്മലിൻ്റെ ജുംക്കയാണ് കേട്ടോ. ഈ ജുംക്കയുടെ ഈ കമ്മലിൻ്റെ ജുംക്ക പൊട്ടിപ്പോയപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് ഞാൻ എടുത്തു. ഈ കമ്മലിൻ്റെ സ്റ്റഡ് വലുതായതുകൊണ്ട് ഞാനിതിനെ റിമൂവ് ചെയ്തു. എന്നിട്ട് ഇതിനെ രണ്ടിനെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ലതല്ലേ? നല്ല ബുദ്ധി വേണം. ക്രിയേറ്റീവ് ആയിരിക്കണം ഗൈസ്. നമ്മളെപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. കണ്ടോ, ഇതാണ് ആ ഒരു കമ്മൽ. പിന്നെ കാണിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളർ സ്റ്റോൺസിൽ വരുന്ന ഈ ഒരു കമ്മലാണ്. ഈ ഒരു കമ്മൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. നല്ലൊരു കമ്മലല്ലേ? ഇത് ഞാൻ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം. യെസ്, നല്ലൊരു അടിപൊളി കമ്മലാണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ അനു എനിക്ക് തന്നൊരു കമ്മലാണ്. നല്ലൊരു കമ്മലാണ്. ഹാങ്ങിങ്ങിൽ 2 കുഞ്ഞു ജുംക്ക വരുന്നൊരു കമ്മൽ. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതിടാനുള്ളൊരു ഒക്കേഷൻ കിട്ടിയില്ല ഗൈസ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദി ഒക്കേഷൻ. ഐ വോണ്ട് ടു വെയർ ദിസ്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു അനു. ഇനി കാണിക്കുന്നത് ഒരു കോംബോ സെറ്റിൽ ഞാൻ മേടിച്ച കുറച്ച് കമ്മലാണ്. ഇതൊരു സിൽവർ കളർ ഒരു ബിഗ് സ്റ്റഡ് വിത്ത് ഒരു ജുംക്ക വരുന്ന ഒരു കമ്മലാണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു സിൽവർ കമ്മലും ഇതേപോലത്തെ തന്നെ മൾട്ടി കളറിൽ വരുന്ന ഇനിയൊരു കമ്മലും ഉണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ കൂടെ ഇനി ഒരു ഗ്രീൻ കളർ കമ്മലുണ്ടായിരുന്നു ഇതേപോലത്തെ. അത് അച്ചുമ്മയ്ക്ക് ഞാൻ കൊടുത്തു വിട്ടു. അപ്പം 4 എണ്ണം ഞാൻ ഒരു സെറ്റിൽ മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? സിൽവർ കളർ ജ്വല്ലറി. ഞാൻ ഭയങ്കര മിനിമലായിട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ ഈ ഒരു ചെയിൻ ഇടും, ഈ ഒരു മാല ഇടും, കമ്മൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ജ്വല്ലറി കളക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.